നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിച്ച് ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലെന്നും 3 വാർഡുകൾ മാത്രമാണ് ഇല്ലാതായതെന്നും മുരളീധരൻ. പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. മാപ്പ് പറയണമെന്ന ആവശ്യം. വയനാട്ടിൽ LDF UDF ഹർത്താൽ പൂർണ്ണം. നാടിനെ നടുക്കി വീണ്ടും ദൃശ്യം മോഡൽ കൊലപാതകം. വിജയലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പ്രതി. മൃതദേഹം കണ്ടെടുത്തത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പുരയിടത്തിൽ നിന്ന്. കൊലപാതകം ഈ മാസം 7 പുലർച്ചെയെന്നും മൊഴി. പുലിപ്പേടിയിൽ കാസർഗോഡ് പടന്ന പീലിക്കോട് മേഖല. തൊഴിലാളികൾ കണ്ടത് പുലിയെ തന്നെയെന്ന വനം വകുപ്പ്. ക്യാമറ സ്ഥാപിച്ചു, ജാഗ്രത പാലിക്കണമെന്ന വനം വകുപ്പ്. തൃശൂർ വഴക്കുംപാറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കോഴിക്കോട് യുവതിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന പരാതി. ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ. ശരീരവേദനയ്ക്കെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിന് ചികിത്സ നൽകിയെന്ന ബന്ധുക്കൾ. തൊടുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട. പിടിച്ചത് 40 കിലോ കഞ്ചാവ്. 2 പേർ പിടിയിൽ. കാസർഗോഡ് റെയിൽവേ ട്രാക്കിൽ കല്ലെടുത്തു വെച്ച് ട്രെയിൻ മറിച്ചിടാൻ ശ്രമം. കരിങ്കല്ല് വച്ചത് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് പോകേണ്ട ട്രാക്കിൽ. 2 പേർ പിടിയിൽ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ ഒരാൾ കൂടി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേരാമ്പ്ര സ്വദേശി രജനി മരിച്ചത് ചികിത്സ വൈകിയത് കാരണമെന്ന ആരോപണവുമായി കുടുംബം. ശരീരവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയതെന്ന് കുടുംബം ആരോപിച്ചു. ഭർത്താവിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. നവംബർ 4 പേരാമ്പ്ര സ്വദേശിനിയായ രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കാലിന് കഠിനമായ വേദനയുമായിരുന്നു. എന്നാൽ മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ഡോക്ടർ നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ഇതാണ് മരണത്തിനിടയാക്കിയതെന്നും ബന്ധുക്കൾ പറയുന്നു. ബോഡി മൊത്തം വീക്കായി പോയി. കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് പേഷ്യന്റിന്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ രോഗി അലറി വിളിക്കുകയാണ്, എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നും പറഞ്ഞിട്ട്. അപ്പം മറ്റൊരു രോഗിയെ നോക്കാൻ വന്ന ഡോക്ടർ ഈ പേഷ്യന്റിനെ നോക്കുകയും ന്യൂറോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്ത് അന്ന് തന്നെ അവിടെ അഡ്മിഷൻ കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ICUലേക്ക് റെഫർ ചെയ്തത്. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആള് മൊത്തം വീക്കായി പോയിരുന്നു. വെന്റിലേറ്ററിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. രജനിക്ക് ഗില്ലൈൻ ബാരി സിൻഡ്രോം ആയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. കൃത്യമായ ചികിത്സ നൽകിയിരുന്നു. ചികിത്സയ്ക്കിടെ ന്യൂമോണിയ വന്നതാണ് മരണകാരണം. കുടുംബത്തിന്റെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തും. പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ മരണത്തിന് കാരണം മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് ട്രെയിൻ മറിച്ചിടാൻ ശ്രമം. 2 പേർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി. വന്ദേ ഭാരത് എക്സ്പ്രസിനു നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 17കാരനും മേൽപ്പറമ്പിന് സമീപം ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പത്തനംതിട്ട സ്വദേശിയുമാണ് അറസ്റ്റിലായത്. കാസർഗോഡ്, കീഴൂർ, കളനാട് എന്നിവിടങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമമുണ്ടായത്. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിലായി. പത്തനംതിട്ട സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഏതാനും ദിവസം മുമ്പ് കളനാട്ട് വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ് ചില്ല് തകർത്ത സംഭവത്തിൽ 17 വയസ്സുള്ള ഒരാളെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിലെ CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിച്ചതായി റെയിൽവേ CI അറിയിച്ചു. റീസെന്റ് ആയിട്ട് നിങ്ങൾക്കറിയാം, കാസർഗോഡ് ഏരിയയിൽ ഇവിടുന്ന് മഞ്ചേശ്വരം വരെയുള്ള ഏരിയയിൽ റീസെന്റ് ആയിട്ട് കുറേ സ്ഥലത്ത് ട്രെയിനിൽ കല്ല് വെച്ചത് അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ്, GRP, RPF എന്നിവരെല്ലാം പല എഫേർട്ടുകളും എടുത്തു. പല സമയത്തും നമുക്ക് കണ്ടെത്താൻ പറ്റിയത് കുട്ടികളാണ് ചെയ്യുന്നത്. ഈ റീസെന്റ് ആയിട്ട് ഇപ്പോൾ കാസർഗോഡ് ലോക്കൽ പോലീസിലൊരു സാബട്ടേജ് കേസ് എടുത്തിട്ടുണ്ട്. അത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഇന്നലെ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എല്ലാവർക്കും അറിയാം, ഫുള്ള് CCTV ഇൻസ്റ്റാൾഡ് ആണ്. CCTV ഫുട്ടേജിന്റെ
ഞങ്ങൾ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആളെ ഐഡന്റിഫൈ ചെയ്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന സംഭവവും റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച ട്രെയിൻ അട്ടിമറി ശ്രമവും പതിവായിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ ട്രാക്കിൽ നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് 2 പേർ കൂടി പിടിയിലാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് പടന്നയിലും പീലിക്കോടും പുലിയുടെ സാന്നിധ്യം. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പുലിയെ കണ്ടത്. പുലർച്ചെ 4 മണിയോടെ പടന്നയിലും പുലിയെ കണ്ടതായി അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും പുലി ഓടിമറയുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പയ്യന്നൂർ, രാമന്തളി, മാതമംഗലം മേഖലകളും പുലിപ്പേടിയിലാണ്. തൃശൂർ വഴുക്കുംപാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വരുത്തുക്കാട് മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. 50-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. തൊടുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. പെരുമ്പിള്ളിച്ചിറ സ്വദേശികളായ നൌഫൽ, റിൻസാദ് എന്നിവരാണ് പിടിയിലായത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കഞ്ചാവ് വിവിധ പാക്കറ്റുകളിലാക്കി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്ക് വിൽക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു. DMK കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് ആക്രമണം. DMK കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി S. രജിരാജനെയാണ് ആക്രമിച്ചത്. രാവിലെ 7 മണിക്ക് പുനലൂർ ശ്രീനാരായണ കോളേജിന് മുൻവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു ആക്രമണം നടന്നത്. 6 അംഗ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇടുക്കി ചിന്നക്കനാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ചിന്നക്കനാലിൽ പോലീസ് സേവനം ലഭ്യമല്ലാത്തത് സഞ്ചാരികളെ വലച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സൂര്യനെല്ലിയിൽ വീട്ടിൽ മോഷണവും നടന്നു. ഇത്തരം സന്ദർഭങ്ങൾ പോലീസ് സേവനം ലഭ്യമാക്കാൻ ഏറെ വൈകുകയാണ്. ഇതാണ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യം ശക്തമാകാൻ കാരണം. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ സൂര്യനെല്ലി, കൊളുക്കുമല കേന്ദ്രീകരിച്ച് വൻ ടൂറിസമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസം നിയന്ത്രിക്കാനും ചിന്നക്കനാലിലുള്ള എല്ലാ പൊതുജനങ്ങളെയും സംരക്ഷിക്കാനും ഇവിടെ പലതരത്തിലുള്ള റോബറികളും വഴക്കുകളും വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി സൂര്യനെല്ലി, ചിന്നക്കനാൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ചിന്നക്കനാൽ പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളും ഇടുക്കി ജില്ലയിൽ ചുമതലയുള്ള ജലവിഭാഗ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അഗസ്റ്റിൻ അവർകളും മുൻകൈയെടുത്ത് ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാൽ പഞ്ചായത്തിന് ആവശ്യമായ ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ചിന്നക്കനാൽ പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്. കോഴിക്കോട് കാരശ്ശേരിയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കോട്ടമുഴി പാലത്തിൽ രാത്രിയായിരുന്നു അപകടം നടന്നത്. 4.5 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് കൊടിയത്തൂരിൽ 1 വർഷമായി ഇതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് നിരന്തരം ഇവിടെ ഈ പാലത്തിന് മുമ്പുണ്ടായിരുന്ന പാലത്തിന് പ്രയാസങ്ങൾ, അതായത് പൊട്ടലുണ്ടായ സമയത്താണ് നിലവിലുള്ള MLAയുടെ ഫണ്ടിൽ നിന്നാണ് ഇതിന് ഫണ്ട് മാറ്റി വെക്കുകയും 4.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. സത്യത്തിൽ ഇന്ന് മഴയില്ല. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് ഇരുവഴിഞ്ഞി പുഴയാണ്. 2019 വൻപം വെള്ളപ്പൊക്കം വന്ന ഒരു ഏരിയയാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ 2 ആളത്തോളം വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അത്രയും വലിയ വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു മഴയോ ഒരു പ്രകൃതി ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് ഈ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർമ്മാണത്തിൽ നല്ല
അപാകത ഉണ്ടായിട്ടുണ്ട് എന്നാണ് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. മാസങ്ങളോളമായി നിർമ്മാണം നടക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ സൈഡ് ഭിത്തി ആകെ തകർന്ന് പുഴയിലേക്ക് വീണിരിക്കുകയാണ്. 21 മീറ്ററിലധികം നീളത്തിൽ വീണതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. 7 മണിക്ക് ശേഷമാണ് വീണത്. തൊട്ടു മുമ്പ് ജോലിക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഭാഗ്യത്തിന് ഇപ്പോൾ ജോലിക്കാരും ഇപ്പോൾ പണിസ്ഥലത്തില്ല. അവരൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പണിസ്ഥലത്തേക്ക് താമസ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് മാവൂരിൽ വാഹനാപകടം. കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. മാവൂർ ഭാഗത്തു നിന്നും വന്ന ടിപ്പർ ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടുക്കിയിൽ ചന്ദനക്കടത്തു സംഘം പിടിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തുടരന്വേഷണത്തിലാണ് 5 പേർ പിടിയിലായത്. സംഭവത്തിൽ 55 കിലോയോളം ചന്ദനക്കാതലും കണ്ടെത്തി. സന്യാസിയോട് സ്വദേശി സച്ചു, തൂക്കുപാലം സ്വദേശികളായ അജികുമാർ, ഷിബു എസ് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ ഒരാൾ നേരത്തെ പിടിയിലായിരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ന് രാവിലെ പുറപ്പെടേണ്ട തിരുവനന്തപുരം മസ്കറ്റ്, തിരുവനന്തപുരം ദോഹ ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. പകരം ടിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. അവസാന നിമിഷം ഫ്ലൈറ്റ് റദ്ദാക്കിയത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. രചനാ മത്സരങ്ങൾ പൂർത്തിയായി. ഭരതനാട്യം, കേരള നടനം, ഓട്ടംതുള്ളൽ, ബാൻഡ് മേളം, ഓടക്കുഴൽ, അറബനമുട്ട്, പൂരക്കളി തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യ ദിവസം നടന്ന സ്റ്റേജ് ഇനങ്ങൾ. 15 സബ് ജില്ലകളിൽ നിന്നായി 10,695 കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആകെ 319 ഇനങ്ങളിലായാണ് മത്സരം. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 249 ജനറൽ ഇനങ്ങളും, സംസ്കൃതം കലോത്സവത്തിൽ 38 ഇനങ്ങളും, അറബിക് കലോത്സവത്തിൽ 32 ഇനങ്ങളുമാണ് ഉള്ളത്. റാമ്പുകളിൽ തരംഗമാവുകയാണ് നേപ്പാളിൽ നിന്ന് എത്തിയ ഒരു പൊറോട്ട മേക്കർ. ജീവിതം കരയ്ക്കടുപ്പിക്കാൻ പൊറോട്ട വീശുമ്പോഴും മോഡലിംഗിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരൻ ഫാഷൻ റാമ്പുകളിൽ എത്തിച്ചത്. ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണിനി. നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലേറ്റും ഒക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാമ്പുകളിലെ താരവുമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ തെങ്കതിയിൽ നിന്നും അക്കൽ കുടുംബത്തിനൊപ്പം നെടുങ്കണ്ടത്തെത്തിയത്. മാതാപിതാക്കൾ പിന്നീട് മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും ഇപ്പോൾ നെടുങ്കണ്ടംകാരായി. നന്നായി മലയാളം സംസാരിക്കും. തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത്. ഇതിനിടെ പൊറോട്ട അടിക്കാനും പഠിച്ചു. ഹോട്ടൽ ജോലികൾക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നങ്ങൾ വിട്ടുകളയാൻ അക്കൽ തയ്യാറായിരുന്നില്ല. 2 വർഷം മുൻപ് പരിശ്രമം തുടങ്ങി. ഞാൻ വന്നിട്ട് മൊത്തം 6-7 കൊല്ലമായി. പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം നല്ലപോലെ അറിയോ. പിന്നെ മോഡലിങ്ങിൻ്റെ കാര്യം 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ കാണുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 കേരള കോൺഫിഡൻറ്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്ത അക്കൽ കഴിഞ്ഞയിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡൻറ്റ് ഐക്കണായും തെരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി. തുടക്കത്തിൽ അവസരം ലഭിച്ചെങ്കിലും തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത്. വന്നത് പക്ഷെ ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡലിംഗ് ചെയ്തത്. പിന്നെ എന്നെ കുറേ കൂട്ടുകാർ 2 ആൾക്കാർ പറഞ്ഞ് എനിക്ക് നല്ല ലുക്സ് ഉണ്ട്, നല്ല ഫിറ്റ്നസ് ഉണ്ട്, മോഡലിനെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ്
പക്ഷെ മോഡലിംഗ് ഇറങ്ങിയിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി നോക്കിയായിരുന്നു. അല്ലൂസ് തട്ടുകട ഉടമ അൽ അമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽക്കൂട്ട്. ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അക്കൽ പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകിയ കരുത്ത്. മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ കീഴടക്കാൻ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. ന്യൂസ് 18 ഇടുക്കി. പൊതുയിടങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി പാലക്കാട് പട്ടാമ്പി നഗരസഭ. നഗരത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങും. അതിഥി തൊഴിലാളികൾക്ക് താമസ സ്ഥലങ്ങളിൽ ശൗചാലയ സൗകര്യം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സ്വിച്ച് സർട്ടിഫിക്കേഷന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ വെളിയിട മലമൂത്ര വിസർജ്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചതോടെയാണ് നടപടി സ്വീകരിക്കുന്നത്. കാസർഗോഡ് ഉത്തര മലബാർ ജലോത്സവത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തിക്ക് ജലരാജപട്ടം. AKG പൊടോതുരുത്തി 2ാം സ്ഥാനവും AKG മയ്യിച്ച 3ാം സ്ഥാനത്തുമെത്തി. വനിതകളുടെ മത്സരത്തിൽ വയൽക്കര വെങ്ങാട് 1ാമതായി. 2ാം സ്ഥാനക്കാരായി കൃഷ്ണപിള്ള കാവുംചിറ A ടീമും കൃഷ്ണപിള്ള B ടീം 3ാം സ്ഥാനത്തുമെത്തി. ആലപ്പുഴ കാരറ ഗവൺമെന്റ് UP സ്കൂൾ നല്ലപാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനയാത്ര സംഘടിപ്പിക്കുന്നു. ഞങ്ങളും കോളേജിലേക്ക് എന്ന പേരിലാണ് കോട്ടത്തറ ഗവൺമെന്റ് കോളേജിലേക്ക് പഠനയാത്ര നടത്തുന്നത്. കുട്ടികളുടെ അവകാശം, നിയമ ബോധവൽക്കരണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള അവബോധം, നേതൃത്വ പരിശീലനം എന്നിവയാണ് ഈ ഏകദിന പരിപാടിയിൽ ഉൾപ്പെടുത്തത്. നിറവ് 2025 എന്ന പേരിൽ അവാർഡ് നൈറ്റും മെഗാ ഷോയും സംഘടിപ്പിക്കുന്നു. കലാഭവൻ മണിയുടെ 54ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 1-ന് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഏലാപുരം ശ്രീകൃഷ്ണ ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ സമൂഹ വിവാഹവും വൈകുന്നേരം 4 മണി മുതൽ സാംസ്കാരിക സമ്മേളനവും നടക്കും. കലാഭവൻ മണി അവാർഡ് പുരസ്കാര വിതരണവും അന്നേ ദിവസം നടക്കും. വയനാടിനെ മറന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ഹർത്താൽ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ LDFും UDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ദീർഘദൂര KSRTC സർവീസുകളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പലയിടങ്ങളിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞിട്ടു. കൽപ്പറ്റയിൽ LDFും UDFും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. വയനാട് സന്ദർശനം നടത്തി മടങ്ങിപ്പോയിട്ടും പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന CK ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണ് കേന്ദ്രമെന്നും പ്രതിഷേധങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് UDF നടത്തിയ പ്രതിഷേധ മാർച്ച് MLA T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രവും കേരളവും ദുരിതബാധിതരെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിച്ച് വി മുരളീധരൻ. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലെന്ന് വി മുരളീധരൻ. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല. നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ. അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് നടന്നത്. കൽപ്പറ്റയിൽ വി മുരളീധരന്റെ കോലം കത്തിച്ച് KSU പ്രതിഷേധിച്ചു. മുരളീധരന് മറുപടിയുമായി T സിദ്ദീഖും രംഗത്തെത്തി. മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദുരന്തബാധിതരെ അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ലെന്നും T സിദ്ദീഖ്. വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക.
കടുത്ത പ്രതിഷേധം. ഇത് ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അവിടെ 3 വാർഡല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. 3 വാർഡേ ഉള്ളൂ. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? അദ്ദേഹം പറയട്ടെ, 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്കുപറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? അവർ ജില്ലയുടെ പല ഭാഗത്തായി അവര് പറിച്ചു മാറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതം വേണ്ടേ? അവർക്ക് ജീവനോപാധി വേണ്ടേ? അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണ്ടേ? അവരുടെ മക്കൾക്ക് പഠിക്കണ്ടേ? അവിടെ തകർന്നതായിട്ടുള്ള സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണ്ടേ? അതിനൊക്കെയാണ് ഞങ്ങൾ ഫണ്ട് ചോദിച്ചത്. ബിജെപിയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുക. വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ മേപ്പാടി നിവാസികളും രംഗത്തെത്തി. 3 വാർഡുകളിൽ മാത്രമായി നടന്നതെന്ന് പറഞ്ഞ് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നിസാരമായി കാണരുതെന്ന് മേപ്പാടിക്കാർ പറയുന്നു. അവിടെ പൊലിഞ്ഞത് 400-ലധികം ജീവനാണ്. പ്രസ്താവന പിൻവലിച്ച് മുരളീധരൻ മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മേപ്പാടി ദുരന്തത്തിൽ വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ ഉയരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മേപ്പാടി തന്നെയാണ്. ഈ ദുരന്ത ബാധിത മേഖലയിൽ തന്നെയാണുള്ളത്. നമ്മോടൊപ്പം മേപ്പാടിയിലെ ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാധാരണക്കാരൊക്കെ ചേരുന്നുണ്ട്. ഇപ്പോ വി മുരളീധരന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ, എന്താണ് അതിലുള്ള പ്രതികരണം? അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ നേതാവൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന മനുഷ്യത്വരഹിതമാണ്. ഇവിടെ മുണ്ടക്കൈയുടെ ദുരന്തം ബന്ധപ്പെട്ടുകൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ന് അവർക്ക് ആശ്രയമില്ലാതെ, അവർ നിലനിൽപ്പില്ലാതെ ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ബിജെപി ഗവൺമെന്റ്, എൻഡിഎ ഗവൺമെന്റ് കാണിക്കുന്ന ആ നയമാണ് അയാളുടെ വാക്കിലൂടെ വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടായുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഇപ്പോ 100 ദിവസം പിന്നിട്ടു. ഇവിടെ ഉണ്ടായ വിഷയം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 2 ഗവൺമെന്റും നിസ്സംഗത കാണിക്കുകയും ഈ പറയുന്ന വിക്ടിംസോട് അവർ വളരെ ദയാദാക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ക്യാമ്പിൽ നിന്ന് ആളുകളെ വാടക വീടുകളിൽ മാറ്റി സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി ആ വാടക വീടുകളിൽ തന്നെ വളരെ വാസയോഗ്യമല്ലാത്ത വീടുകളൊക്കെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത ഉപാധി എല്ലാം നഷ്ടപ്പെട്ട് അവർ എന്താ പറയുക, ഒരു വളരെ മോശമായ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 2 കൂട്ടരും പഴിചാരിക്കൊണ്ട് അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇന്ന് പിന്നെ ദുരന്ത ബാധിതരോട് ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് സമൂഹത്തിൽ അംഗീകരിക്കില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അത് എത്രമാത്രം ഉണ്ടെന്ന് കേരളത്തിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയതാണ്. കേന്ദ്ര ഏജൻസികൾ വന്ന് പരിശോധിച്ച കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മുണ്ടക്കൈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ നടക്കുന്നത്. ആ സമയത്താണ് ബിജെപിയുടെ മുതിർന്ന നേതാവ്, മുൻ കേന്ദ്രമന്ത്രി മുണ്ടക്കൈ പ്രദേശത്തെ ആ ദുരന്തബാധിതരെയും പഞ്ചായത്തിനെയും മൊത്തം അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു 3 വാർഡ് മാത്രം വളരെ നിസ്സാരമായി പറഞ്ഞിരിക്കുക. അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് അദ്ദേഹം നേരിട്ട് അറിയുന്ന കാര്യമാണ്. അദ്ദേഹം പൊതുസമൂഹത്തോടും ദുരന്തബാധിതരോടും മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകണം. അല്ലാതെ 400-ലേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി വീടുകൾ നഷ്ടപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഈ മുരളീധരന്റെ പ്രസ്താവന തികച്ചും പ്രതിഷേധാർഹമാണ്. ആ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള കണ്ടെത്തലുകൾ വളരെയധികം ഗൗരവമുള്ളതാണ്. അത് ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണ് ഈ നാട്ടിൽ പറയാനുള്ളത്. ഇവിടെ ഇന്ന് വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ 400 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 1000-കണക്കിന് കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം. നരേന്ദ്രമോദി അടക്കം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് തിരിച്ചുപോയത്. എന്നാൽ ഇന്ന് 120 ദിവസങ്ങൾ തികയാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് മുൻ കേന്ദ്രമന്ത്രി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. കേവലം 3 വാർഡിൽ നടന്ന ഒരു ദുരന്തത്തെ നിങ്ങൾ ഇത്രമേൽ വലുതായി ചിത്രീകരിക്കണമെന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യവിഭവം നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തെയാണ് ഇത്രമേൽ നിസ്സാരവൽക്കരിച്ചത് ഒരു മുൻ കേന്ദ്രമന്ത്രി. അദ്ദേഹം ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി എന്താണ് കേന്ദ്ര സഹായം കിട്ടാൻ എത്ര പേർ മരിക്കണം?
10,000-കണക്കിന് ആളുകൾ മരിച്ചാൽ മാത്രമേ കേന്ദ്രത്തിന്റെ സഹായം, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വീടും സ്ഥലവും ഒക്കെ ഇല്ലാതായാൽ മാത്രമേ കേന്ദ്രം സഹായം കൊടുക്കുകയുള്ളൂ എന്നാണോ കേന്ദ്രത്തിന്റെ നിലപാട്? അത് മാത്രമല്ല, മലയാളിയായ ഒരു നേതാവ് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം നേരിട്ട് ബോധ്യമുള്ള ഒരാളിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇത്ര അപക്വമായ ഒരു നിലപാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും എല്ലാം നഷ്ടപ്പെട്ട ജനവിഭാഗത്തെയാണ് അപമാനിച്ചിട്ടുള്ളത്. ഇതിന് വി മുരളീധരൻ മാപ്പ് പറഞ്ഞേ പറ്റൂ. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധവുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഇര കൂടിയാണല്ലോ. അതെ, എന്താണ് മുരളീധരന്റെ പ്രസ്താവന കേട്ടപ്പോൾ തോന്നിയത്? ഇതിപ്പോ സിയാബിക്ക് പറഞ്ഞ തന്നെ ശരി, അതേപോലെ മാപ്പ് പറയണം അവന്, അതെനിക്ക് പറയാനുള്ളത്. വി മുരളീധരനെ പോലെ ഉയർന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള ഒരു മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇത്തരം രീതിയിലൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. കാരണം 100 ആള് മരിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പല കാര്യങ്ങളും ഇവിടെ എത്തിച്ചു തരേണ്ട വി മുരളീധരനെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലേക്ക് ലാഘവത്തോടു കൂടി ഈ സംവിധാനത്തിനെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്, വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ പ്രസ്താവന മൂപ്പർ തീർച്ചയായിട്ടും പിൻവലിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഇത്രമാത്രം മനുഷ്യന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വി മുരളീധരന്റെ പ്രസ്താവന തള്ളിക്കളയേണ്ടതാണ്. അദ്ദേഹം ഈ പ്രദേശവാസികളോട് മാപ്പ് പറയണം. കാരണം പറഞ്ഞാൽ ഏകദേശം 100-300ഓളം ആളുകളുടെ മുകളിൽ മരണപ്പെട്ട ഈ ഏരിയയെ കേവലം ഒരു 3 വാർഡിൽ ഒതുക്കി ഒരു ചെറിയൊരു സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അയാൾ. അതിൽ വലിയ പ്രതിഷേധം പ്രദേശവാസികൾ എന്ന നിലയിൽ ഇനി ഞങ്ങൾ 48ഓളം ആളുകൾ ഞങ്ങൾക്ക് കിട്ടാനാണ്. അപ്പം വലിയ പ്രതിഷേധം ആ വാക്ക് അയാൾ തള്ളിക്കളയണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, മുൻമന്ത്രി വി മുരളീധരൻ അങ്ങനെ പറയാൻ പാടില്ല. അയാൾക്ക് തലക്കെന്തോ സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്ര ഇരിക്കുന്ന ആളുകളൊക്കെ മുണ്ടക്കയുള്ള ആളുകളാണ്. വീടും കൂടിയൊന്നും ഇല്ലാതെ റോട്ടിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഈ സമയത്താണ് ഇയാൾ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത്. അയാൾ മാപ്പ് പറയണം, തീർച്ചയായിട്ടും പറയണം. അതന്നെയാണ് അഭിപ്രായം. അല്ല, മുൻമന്ത്രിയുടെ പ്രസ്താവന തികച്ചും പ്രതിഷേധാർഹമാണ്. കാരണം നമ്മുടെ ലോകത്തിന് കംപ്ലീറ്റ് അറിയുന്നൊരു കാര്യമാണ്. പ്രധാനമന്ത്രി വരെ ഇവിടെ വന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചു പോയതാണ്. പക്ഷേ മലയാളിയായുള്ള ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞതിലൂടെ പ്രതിഷേധം അറിയിക്കുന്നു. നാടൊന്നാകെ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുകയും ചെയ്യില്ല. മുൻ മന്ത്രിയായ വി മുരളീധരന്റെ വാക്കുകൾ പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരുമെന്നാണ് മേപ്പാടി നിവാസികൾക്ക് പറയാനുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.